Hi dear students, നമ്മൾ നീറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ നമ്മുടെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ സാധാരണ കോഡോൺ പഠിക്കാൻ നേരത്ത് നമ്മൾ അവിടെ കുറേ ഡിസ്കവറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, കോഡോൺ ഡിസ്കവറി ഉൾപ്പെടെ. അതിനുശേഷം ഒരു ചാർട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ നമുക്കുള്ള 64 കോഡോൺസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 61 കോഡോൺസിന് കറസ്പോണ്ട് ചെയ്യുന്ന അമിനോ ആസിഡ്സും ബാക്കിയുള്ള 3 സ്റ്റോപ്പ് കോഡോൺസും ഒക്കെ കറക്റ്റായി കൊടുത്തിരിക്കുന്ന ഒരു ജനറ്റിക് കോഡോണിന്റെ ചാർട്ട്. ഇതിന് ശേഷമാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോഡോൺ നമ്മൾ പഠിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ സാലിയൻ ഫീച്ചേഴ്സിൽ കൊടുത്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡോൺസും അതിനെ റിലേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ് നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റാർട്ട് കോഡോൺ മെത്തിയോണിൻ ആണെന്ന് അറിയാം, സ്റ്റോപ്പ് കോഡോൺ UAA, UAG, UGA ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തുണ്ട്, UUU പോലുള്ള ഫിനൈലലാനിൻ പോലുള്ള കോഡോൺസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ തന്നെയും ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോഡോൺ എടുത്ത് CUU എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നിന്ന് പോകും അല്ലെ. അപ്പോ എങ്കിലോ അത് NCERT കൊടുത്തിട്ടുള്ള ഒരു ചാർട്ടും ആയതുകൊണ്ട് there is a chance that you can be asked with any codon and its particular amino acid. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യും, എനിക്ക് ആ ഒരു മാർക്ക് പോകുമോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് ഈ ചാർട്ട് പഠിക്കാനുള്ള ഒരു കോഡാണ് മിസ് എന്ന് പറഞ്ഞു തരുന്നത്. Again I repeat, മോസ്റ്റ്ലി നമുക്ക് ചോദിക്കാറുള്ളത് എപ്പോഴും നമുക്ക് ആ സാലിയൻ ഫീച്ചേഴ്സിൽ കൊടുത്തിരിക്കുന്ന കോഡോൺസും അതിന്റെ കറസ്പോണ്ടിങ് അമിനോ ആസിഡ്സും തന്നെയാണ്. എങ്കിൽ തന്നെയും ഓൺ റെയർ കേസസ് യു ക്യാൻ ഗെറ്റ് എ ക്വസ്റ്റ്യൻ എന്നുള്ളതേ ഉള്ളൂ. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു റെഫർ ടുവേർഡ്സ് ദി എൻഡ്. കാരണം നമ്മൾ ലാസ്റ്റ് പഠിച്ചാലും ഇത് ഓർമ്മ നിൽക്കത്തുള്ളൂ, അല്ലാതെ ഇത് ഇനി നമ്മൾ പഠിച്ചു വെച്ചാലും നമുക്ക് എല്ലാ എക്സാമിനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ കോഡൊക്കെ വെച്ച് ഒന്ന് തിരിച്ചു നോക്കിയാലേ നമുക്ക് ഓർമ്മ നിൽക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ജനറ്റിക് കോഡോണിന്റെ ചാർട്ട് വരച്ചുകൊണ്ട് അതിലുള്ള എല്ലാ കോഡോൺസിന്റെയും റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ പഠിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഈ കോഡോണിന്റെ ചാർട്ട് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ബേസസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ കൃത്യമായിട്ട് അറിയണം. UCAG, നിങ്ങൾ AJ സാറിനെ കണ്ടോ? ഇത് അത്രയേ ഉള്ളൂ. UCAG, J ഇല്ല കേട്ടോ, G ആണ്. അപ്പൊ അത് വെച്ച് ഞാനിവിടെ ഫില്ല് ചെയ്യാണ്. UCAG, ഇറ്റ്സ് ഫസ്റ്റ് റോ. UCAG, this is second row, and ഓരോ ബോക്സിലും UCAG, then you go UCAG, UCAG, UCAG like this. ഓക്കെ ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ കോഡോൺസിനെ എഴുതുക? This is the first one, this is second, and this is third. അങ്ങനെ രീതിയിലാണ് നമ്മൾ എഴുതുക. So I can say U, first one, second one, then you have third one, that is U. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എല്ലാവരും UU ആയതുകൊണ്ട് UU എഴുതി, UCAG എന്ന് എഴുതി. ദിസ് ഇസ് ദ ഫസ്റ്റ് ബോക്സ്. ഇനി ഇതുപോലെ ഇഫ് ഐ ഗോ ഫോർ ദ സെക്കൻഡ് ബോക്സ് നമുക്ക് നോക്കാം. CU എന്നാണ് വരിക. CU, 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 UCAG. Then you have AU, 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 UCAG. Then you have G, GU, 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 UCAG. ഇങ്ങനെ നമുക്ക് ഈ ഫുൾ ബോക്സും ഫില്ല് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ട്രൈ ഫില്ലിങ് ഇറ്റ്, പോസ് ഇറ്റ് ആൻഡ് ഫിൽ ഇറ്റ്. ഫില്ല് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ഹോൾ ബോക്സ് ലൈക്ക് ദിസ്. ഇനി ഇതിനെ കറസ്പോണ്ട് ചെയ്യുന്ന അമിനോ ആസിഡ്സ് പഠിക്കുന്ന ടാസ്ക് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കോഡ് ഒരു സ്റ്റോറി ലൈൻ കോഡാണ്. ഈ കോഡ് ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ കോളംസിനെയും റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. വി ഗോ വിത്ത് ദി ഫസ്റ്റ് വൺ. 4 കോഡുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ കോഡിനെ എങ്ങനെയാണ് പഠിക്കുക? ഫസ്റ്റ് നമ്മളിതൊരു കഥയാണ്. ഒരു കുട്ടി ചെന്ന് ഒരു പ്രിൻസിപ്പളിന്റെ PAനെ പോയി കണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സാറിനെ കുറിച്ച് കംപ്ലൈന്റ്, ഒരു ഗോസിപ്പ് കംപ്ലൈന്റ് പറയാൻ പോവാണ്. അപ്പൊ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. PA ലു ഇല്ലേ മീറ്റ് ചെയ്യാൻ വന്നേ. ഓക്കെ, അപ്പൊ PA ലു ഇല്ലേ മീറ്റ് ചെയ്യാൻ വന്നയാ എന്ന് പറയാ. വന്നയാ അല്ലെങ്കിൽ വന്നേ എന്ന് ഞാൻ പറയാ. P എന്ന് പറയുമ്പോൾ ഫിനൈലലാനിൻ, ലു എന്ന് പറയുമ്പോൾ ലൂസിൻ, ഇല്ലേ എന്ന് പറയുമ്പോൾ ILE, ദാറ്റ് ഈസ് ഐസോല്യൂസിൻ. മീറ്റ് ചെയ്യാൻ മെത്തിയോണിൻ, മെത്തിയോണിൻ, വന്നേ വാലിൻ. ഓക്കെ, അപ്പൊ PA ലു ഇല്ലേ മീറ്റ് ചെയ്യാൻ വന്നേ. ഓക്കെ, എന്താ ഇനി പറയാനുള്ളത്?
അപ്പോൾ ഇനി കഥ പറയാൻ പോവുകയാണ്. സർ പ്രൊപ്പോസ്ഡ് 3 ആലിയ. ഓക്കെ, സാറ് ക്ലാസ്സിലുള്ള 3 ആലിയനെയും പ്രൊപ്പോസ് ചെയ്തു എന്ന് ആലോചിക്കുക. സർ പ്രൊപ്പോസ്ഡ് 3 ആലിയ: സെറീൻ, പ്രൊലീൻ, ട്രിയോണിൻ, അലാനിൻ. ഓക്കെ, സെറീൻ, സർ എന്ന് പറഞ്ഞാൽ സെറീൻ, പ്രൊലീൻ, ദാറ്റ് ഈസ് പ്രൊപ്പോസ്ഡ്, പ്രൊലീൻ, ട്രിയോണിൻ, ദാറ്റ് ഈസ് 3, ആലിയ, അലാനിൻ. തെറ്റുകയില്ല. ഇനി എന്താണ് അടുത്ത ഗോസിപ്പ്? കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആക്കുകയാണ്. എന്റെ തൈറോക്സിൻ സ്റ്റോപ്പ് ആയി പോയി. ഹി അല്ലെങ്കിൽ ഹിസ് ഗ്ലാമർ ആശാൻ ലൈൻ അടിച്ച് ആ പാർട്ടിക്ക് പോയി ഒട്ടിയിരുന്നു. ഭയങ്കര ഗോസിപ്പാണല്ലേ. അപ്പൊ എന്റെ തൈറോക്സിൻ സ്റ്റോപ്പ് ആയി പോയി. അത് നമ്മൾ ചുമ്മാ ഹാർട്ട് സ്റ്റോപ്പ് ആയി പോയി എന്ന് പറയുന്നതിന് വരെയാണ് ഞാൻ തൈറോക്സിൻ ഇട്ടേക്കുന്നത്. അപ്പൊ തൈറോക്സിൻ ആണ് ആദ്യം വരുന്ന ആള്. സ്റ്റോപ്പ് ആയി മീൻസ് സ്റ്റോപ്പ് കോഡോൺ ആണ്. ഓക്കെ, അപ്പൊ എന്റെ തൈറോക്സിൻ സ്റ്റോപ്പ് ആയി പോയി. എന്താ കാര്യം? ഹി ഗ്ലാമർ ആശാൻ, അയാൾ ഗ്ലാമർ ആശാൻ, ഭയങ്കര ഗ്ലാമർ ആളാണെന്നുള്ള വിചാരം. അപ്പോ ഹി അല്ലെങ്കിൽ ഹിസ് എന്ന് ആലോചിക്കാം. ഹിസ്റ്റിഡിൻ, ഗ്ലാമർ, നമുക്കറിയാം ഇപ്പൊ ഗ്ലാമർ കൂട്ടാൻ എല്ലാവരും ഗ്ലൂട്ടാമിൻ ആണ് കുത്തിവെക്കുക. അപ്പൊ ഗ്ലൂട്ടാമിൻ, ആശാൻ അസ്പാർജിൻ, ലൈൻ അടിച്ച് ആ പാർട്ടിക്ക് പോയി ഒട്ടിയിരുന്നു. ലൈൻ അടിച്ചു ലൈസീൻ. ഓക്കെ, ആ പാർട്ടിക്ക് പോയി അസ്പാർട്ടിക് ആസിഡ്, ആ പാർട്ടിക്ക് പോയി അസ്പാർട്ടിക് ആസിഡ് ഒട്ടിയിരുന്നു. ഒട്ടുന്ന എന്താ? ഗ്ലൂ അല്ലെ, ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ഇത് 2 ആസിഡ്സ് ആണ്, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്. ഇനി അപ്പൊ എന്താ? സിസ്റ്റർ ട്രൈ ടു സ്റ്റോപ്പ് ഹർ ട്രിപ്പ് ടു അർജന്റീന. അവളുടെ സിസ്റ്റർ, ആലിയയുടെ സിസ്റ്റർ ചെന്ന് അവള് ട്രിപ്പ് പോവാൻ നിൽക്കുക സാറുമായിട്ട്. ഓക്കെ, അപ്പൊ സിസ്റ്റർ സ്റ്റോപ്പ് ഹർ ട്രിപ്പ് ടു അർജന്റീന. അവളുടെ സിസ്റ്റർ ചെന്നിട്ട് എന്ത് ചെയ്തു? അവളുടെ അർജന്റീനയിലേക്കുള്ള ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്തു. സിസ്റ്റർ, സിസ്റ്റീൻ, സ്റ്റോപ്പ് ഹർ, ദാറ്റ് ഈസ് സ്റ്റോപ്പ് കോഡോൺസ്, ട്രിപ്പ് ടു ട്രിപ്റ്റോഫാൻ, അർജന്റീന, ആർജിനിൻ. ഓക്കെ, ഇതെല്ലാം ഭയങ്കര സിമിലർ വേർഡ്സ് ആണ്. സർ അർജന്റീന ഗയ. പക്ഷെ എന്ത് ചെയ്തു? സാറ് അർജന്റീനയ്ക്ക് പോയി. സെറീൻ, അർജന്റീന, ദാറ്റ് ഈസ് ആർജിനിൻ, ഗയ, ദാറ്റ് ഈസ് ഗ്ലൈസിൻ. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ഇൻ ദിസ് ചാർട്ട്. ഇനി ഈ നമ്പേഴ്സ് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ്. അപ്പൊ നമുക്ക് 2, ഫോർ എക്സാമ്പിൾ 2, 6, 3, 1, 4 എന്നാണ് ഫസ്റ്റ് കോളം വരിക. സോ ഫിനൈലലാനിൻ 2, ലൂസിൻ 6 കോഡോൺസും ലൂസിൻ ആണ്. ഐസോലൂസിൻ 3 കോഡോൺസ് ആണ് വരിക. മെഥിയോണിൻ 1 കോഡോൺ ആണ്. വാലിൻ 4 കോഡോൺ ആണ്. ഹിയർ ഇൻ ദ സെക്കൻഡ് കോളം ഇറ്റ്സ് 4, all 4 ഈസിയാണ്. എല്ലാം 4 ആണ്. 4 കോഡോൺസ് വെച്ചിട്ട് 4 അമിനോ ആസിഡ്. ഇനി അടുത്തത് വരുമ്പോൾ 2, 2, 2, 2, 2, 2, 2, 2 എല്ലാം 2 ആണ്. അപ്പൊ ഇത് ഫുള്ള് 4 ആണ്. ഇത് ഫുള്ള് 2 ആണെന്ന് നമുക്ക് ആലോചിക്കാം. എല്ലാം 2 വെച്ചിട്ടാണ് വരിക. നെക്സ്റ്റ് വൺ ഇസ് 2, 1, 1, 4, 2, 2, 4. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റും ലാസ്റ്റും മാത്രമാണ് നമ്പേഴ്സിൽ ഒരു വ്യത്യാസം ഉള്ളത്. 2, 1, 1, 4, 2, 2, 4. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്പർ ഓഫ് കോഡോൺസ് വെച്ചിട്ട് പെർട്ടിക്കുലർ അമിനോ ആസിഡ് എഴുതാനുള്ളത്. ആൻഡ് നൗ വി ക്യാൻ ഗോ ആൻഡ് സീ ദ ചാർട്ട്. സോ യു ക്യാൻ സീ 2 ഫിനൈലലാനിൻ, ഇവിടെ കൊടുത്തിരിക്കുന്നു 6 പേര് ലൂസിൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പേര് 3 പേര് ഐസൊലൂസിൻ, 1 മെഥിയോണിൻ, 4 വാലിൻ. ഇങ്ങനെയാണ് നമ്മൾ ആ നമ്പർ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് വൈസ് 4 സെറീൻ, 4 പ്രോലീൻ, 4 തൈറോണിൻ ആൻഡ് 4 അലാനിൻ. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ അമിനോ ആസിഡ്സ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ചാർട്ട് പഠിക്കണം. എന്നാൽ അത് പഠിക്കുന്നത് ഭയങ്കര ഡിഫിക്കൾട്ട് ആണെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഫുൾ ചാർട്ട് പഠിക്കാം. യൂസ് ഇറ്റ് ടുവേർഡ്സ് ദ എൻഡ് സോ ദാറ്റ് ഈ നമ്പർ ഒന്നും നമ്മൾ ഫൊർഗെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് പോവാം. സോ ഇൻ കേസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എനി പെർട്ടിക്കുലർ കോഡോൺ ആൻഡ് ആസ്ക് ഫോർ എനി അമിനോ ആസിഡ്, you can answer it. So see you with such another important videos. Bye bye. Thank you.